മക്കൾസ്, നമ്മളുടെ USS എക്സാമിന്റെ സിലബസ് നമ്മൾ എന്താ പറയാറ്? 7ാം ക്ലാസ്സിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നിങ്ങൾക്ക് USSന് വരാന്നാണ് അല്ലേ? എന്നാലും കൂടിയിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കാത്ത നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും USSന് ചോദിക്കും. അങ്ങനെയെങ്കിൽ എടാ മാത്സിന് ജനറൽ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മിസ് അങ്ങോട്ട് പറഞ്ഞതാലോ? യെസ്, അതായത് ഇവരെ നോക്കിയേ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 100? 1 മുതൽ 100 വരെയുള്ള എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഇതുപോലെ അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വരുന്നതാണ് കേട്ടോ, വെറുതെ മിസ്സാക്കി വിടണ്ട. അപ്പൊ ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 100 എത്ര എണ്ണം ഉണ്ട്? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഏതാണെന്നറിയോ ആൻസർ എഴുതേണ്ടത്? 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട് 1 to 100. ഓക്കെ, അഭാജ്യ സംഖ്യകളുണ്ട്. ഇനി അടുത്തത് നോക്കിയേ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ഫ്രം 1 to 50? 1 മുതൽ 50 വരെയുള്ള എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? നിങ്ങൾ ഏതാ ആൻസർ എഴുതേണ്ടത്? നിങ്ങൾ എഴുതേണ്ടത് 15 എന്നാണ്. ഓക്കെ, മറന്നു പോകരുതേ. 1 മുതൽ 100 വരെ എന്ന് പറയുന്നത് 25 അഭാജ്യ സംഖ്യകളാണ്. 1 മുതൽ 50 വരെ എന്ന് പറയുന്നത് എത്രയാണ്? 15 അഭാജ്യ സംഖ്യകളാണ്. അങ്ങനെയെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവിടെ നോക്കിക്കേ. ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ഫ്രം 50 to 100? 50 മുതൽ 100 വരെയുള്ള എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഓക്കെ, ഇത് എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണ്ടേ? അപ്പൊ 7ാം ക്ലാസ് മാത്രം പഠിച്ചൊരു കുട്ടിക്ക് എന്ത് കിട്ടില്ല? നമ്മളുടെ USS കിട്ടില്ല. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോളജ് കുറച്ചുകൂടി ഒന്ന് ഉയർത്തണം. നിങ്ങൾ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഈ USSന്റെ എക്സാമിന് നിങ്ങൾക്ക് എന്തൊക്കെ വരുന്നോ, എന്തൊക്കെ പഠിക്കണോ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്ന ഒരു ബാച്ച് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരാണ്? മിഷൻ USS ബാച്ച് അല്ലെ? അപ്പൊ ഒരുപാട് കുട്ടികളുടെ സങ്കടമായിരുന്നു, മിസ്സേ മിഷൻ USS ബാച്ചിന്റെ ഓഫർ നിങ്ങൾ അവസാനിപ്പിക്കല്ലേ, ഇന്നലെ തീർന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കുറച്ചുകൂടി നീട്ടിത്തരോ, ഞങ്ങളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങളും അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറെ സ്കൂൾസിൽ ഇപ്പോഴും സെലക്ഷൻ കഴിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ അവരെ സങ്കടപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നീട്ടിയിരിക്കുകയാണ് നമ്മളുടെ ഓഫർ. ഈ ഒരു ഒക്ടോബർ 31 വരെ, അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കഴിയും USSന്റെ. അപ്പൊ നിങ്ങൾ ഇത് മിസ്സാക്കണ്ട. എടാ, ഒക്ടോബർ 31 വരെ നമ്മൾ USSന്റെ ബാച്ച് നിങ്ങൾക്ക് വെറും 49 രൂപയ്ക്ക് ഞങ്ങൾ തരാണ്. എടാ, ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ, ലാസ്റ്റ് ചാൻസ് ആണ്. ഇങ്ങ് എടുത്തോടാ, 49 രൂപയ്ക്ക് ഇങ്ങ് പോരെ. ഇവിടെ ഫുൾ സെറ്റ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ബാക്കി ഇവിടെ കുറെ കുട്ടികൾ USSന്റെ ബാച്ചിലുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തതുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. നമ്മൾ ലൈവുകളൊക്കെ പഠിച്ച് ലൈവുകളൊക്കെ കണ്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഓടിച്ചാടി ഇങ്ങോട്ട് പോരും, ഒന്നും നോക്കണ്ട. ഇതിന്റെ കൂടെ നോക്കിയാൽ USS പഠിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി ക്രിസ്മസ് എക്സാം വരെയല്ലേ, അതിലൊക്കെ ഫുൾ ടോപ്പർ ആവാൻ പോവുക. അത്രയും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറെ ആൾക്കാർ സംശയമാണ്, ഈ 49 രൂപക്ക് മിസ്സേ എന്താ ഇപ്പോൾ ഒരു മാസത്തേക്കാണോ, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാണോ, അല്ലെങ്കിൽ വെറുതെ ലൈവ് ക്ലാസ്സുകൾ തരാണോ? അതൊന്നും അല്ല കേട്ടോ. നമുക്ക് എന്തൊക്കെയുണ്ട്? ഡെയിലി റെക്കോർഡഡ് ക്ലാസ് ഉണ്ട് നമ്മളുടെ ആപ്പിലൂടെ. അതുപോലെ 49 ലൈവ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ലൈവുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സാമുകൾ എഴുതാണ്. അതുപോലെ എന്തുണ്ട്? PYQ ഡിസ്കഷൻസ് ഉണ്ട്. ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ വീഡിയോസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. സബ്ജക്ട് വൈസ് ക്ലബ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ക്ലബ്ബൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടിപ്പോരും കേട്ടോ. ജോയിൻ ചെയ്യാൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മിഷൻ USS എന്ന് പറയുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പേയ്മെന്റ് ചെയ്യാൻ അവര് 49 രൂപ. ആ 49 രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നു. അപ്പൊ തന്നെ ആ പേയ്മെന്റ് ചെയ്തത് ഏത് നമ്പറിലാണോ ആ നമ്പറിലേക്ക് എന്ത് വരും? ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വരും. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും. ആ ആപ്പ് നമ്മളുടെ എജ്യൂപോർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഏത് നമ്പറിലാണോ പേയ്മെന്റ് ചെയ്തത് അതേ നമ്പറിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആപ്പ് ലോഗിൻ ചെയ്യുന്നു, നിങ്ങൾ ക്ലാസ്സുകൾ കേട്ട് തുടങ്ങുന്നു. അതുപോലെ വേറൊരു സംശയമാണ് എൻ്റെ മക്കളുടേത്. കുറേ കുട്ടികളുടെ ഉമ്മൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ടാബിൽ കാണുന്ന കുട്ടികളാണ്, ടാബിൽ എന്തുണ്ടാവില്ല? നമ്മളുടെ ഗൂഗിൾ പേ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും മിസ്സേ? 49 രൂപ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു തന്നാൽ മതിയോ എന്ന് വരെ ചോദിച്ച കുട്ടികളുണ്ട്. അപ്പൊ അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ കസിൻസിനോടോ നിങ്ങളുടെ ആരാന്ന് വെച്ചാൽ അവരോട് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യാൻ പറയാം. ഈ ഒരു പേയ്മെന്റ് ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറയാം. എന്നിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ ചോദിക്കും. അപ്പൊ ഏതാ അടിച്ചു കൊടുക്കേണ്ട അറിയോ? നിങ്ങൾ പേയ്മെന്റ് ചെയ്ത കസിന്റെ ഫോണിലോ കൂട്ടുകാരന്റെ ഫോണിലോ ആരോ ഒന്ന് പേയ്മെന്റ് ചെയ്ത ഒരു നമ്പർ ഇല്ലേ, ആ നമ്പർ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള നമ്പർ ചോദിക്കും. നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് OTP ചോദിക്കും. OTP എന്താ അടിക്കേണ്ടത്? അവരുടെ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ നമ്പർ
ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവര് ഇതെന്നാണോ അല്ലെ ഇവൻ തന്നെയാണോ കയറുന്നത്, പറ്റിക്കാണോ വെറുതെ നമ്പർ അടിച്ച് നോക്കാൻ എന്ത് ചെയ്യും, ഒരു OTP അവരുടെ നമ്പറിലേക്ക് വരും. അപ്പോൾ ആ OTP പറഞ്ഞുതരാൻ പറയാ. എന്നിട്ട് നിങ്ങളുടെ ടാബിൽ എന്ത് ചെയ്യുക, ആ ഒരു നമ്പറും അടിച്ചു കൊടുക്കുക, അവിടേക്ക് വരുന്ന OTP അടിച്ചു കൊടുക്കുക, ആപ്പ് എന്തോരും തുറന്നു വരും. അവിടെ ഉണ്ട് ഫുൾ സാധനങ്ങൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഇപ്പം മുതലേ കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ട് ഫെബ്രുവരിയിൽ നമുക്ക് USS ക്രാക്ക് ചെയ്യാം. അപ്പോൾ USS കിട്ടുന്ന ഉറപ്പുള്ള കുട്ടികൾ, ഞങ്ങളെ കൂടെ കൂടിയാൽ കിട്ടുന്ന ഉറപ്പുള്ള കുട്ടികൾ, എടാ ഇങ്ങ് പോര്, നമുക്ക് പൊളിച്ച് അടിച്ച് പൊളിക്കാം. കമന്റ് ബോക്സിന്റെ മുകളിലുണ്ട് കേട്ടോ നമ്മളുടെ പേയ്മെന്റ് ലിങ്ക്. അതുപോലെ വേറൊരു കാര്യം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്നും കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. അപ്പൊ അത് മറക്കണ്ട, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്തേക്കണേ. അപ്പൊ USS കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടും പോകുന്നേക്ക്. അപ്പൊ അവിടെ വെച്ച് കാണാം. അതുവരേക്കും ബൈ.